മോളെ. ആ അമ്മേ. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ മോളെ? ഇന്നത്തെ ഫുഡ് മൊത്തം ബാഡായിരുന്നു അമ്മേ. വായി വെച്ച് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നിറയെ ഉപ്പ. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നോണ്ട് ഉച്ചക്ക് പട്ടിണിയായില്ല. പപ്പിയോ? ആ പിന്നല്ലാതെ ആരാ? ദേ എന്റെ അടുത്ത് നിപ്പുണ്ട്. സത്യ, ഫോൺ നമുക്ക് സ്പീക്കറിലിടാം. ആ സ്പീക്കറിലിടാം. ആ പപ്പി മോളെ. ചേച്ചമ്മ. സത്യടമ്മേ. ആ മോളെ. സത്യടമ്മേ, ഞങ്ങള് ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ തന്നെ വേണം. മിടുക്കി കുട്ടി. ഞാനല്ലാതെ ആരാ പിന്നെ സത്യ സഹായിക്കാനുള്ള? എന്താ അമ്മ മിണ്ടാത്തത്? പപ്പി മോളെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് മോൾ ഉച്ചയ്ക്ക് പട്ടിണി കിടന്നില്ലല്ലോ എന്ന് അമ്മ മനസ്സിൽ ഓർത്തതാ. എന്നിട്ട് രണ്ടുപേർക്കും വിശപ്പ് മാറിയായിരുന്നോ? വിശപ്പൊക്കെ മാറി. പക്ഷെ അമ്മേ, പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ തന്നെയാ. അതേ രുചി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ, അത് പിന്നെ അമ്മയെ പോലെ തന്നെ കൈപ്പുണ്യം ഉള്ളതായിരിക്കും പപ്പിമോളുടെ ചേച്ചിയമ്മയും. അതെ അതെ. അമ്മ എന്നാ വരിക? ആ ഇനി 1-2 ദിവസം കൂടി ഉണ്ട് മോളെ. അമ്മയ്ക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞ സത്യമോളുടെ അടുത്തേക്ക് അമ്മ വരും. ഓക്കെ ഓക്കെ. 1-2 ദിവസത്തേക്കല്ലേ? അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് മോശമാണെങ്കിൽ പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞെന്ന് കരുതി അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ടാട്ടോ. വീട്ടിലേക്ക് വിളിച്ച് ശാരദാമ്മയെ വഴക്കും പറയരുത്. ഇല്ല മോളെ. ഉമ്മ ഉമ്മ. അമ്മ വെക്കട്ടെ, ലഞ്ച് ബ്രേക്ക് കഴിയാറായി. ശരി മോളെ. സത്യയുടെ അമ്മയും എന്റെ ചേച്ചിയമ്മയും ഒന്നാണെന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ സത്യയോട് പറയാ? അറിഞ്ഞാ അവൾക്ക് സന്തോഷാവും. ക്ലാസ്സിലേക്ക് പോവാം. കുഞ്ഞെ, ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം. എങ്കിലും എല്ലാവരുടെയും വിഷമം കണ്ട് ചോദിക്കുക. പിന്നെ സത്യമോളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്താന്ന് വെച്ചാ സത്യാമ്മയോട് പറഞ്ഞിട്ട് കുഞ്ഞിന് കാർത്തിക ഒഴിവാക്കി പഴയ പോലെ ഇവിടെ കഴിഞ്ഞൂടെ വിഷ്ണു കുഞ്ഞിൻ്റെ കൂടെ? അങ്ങനെ ഒറ്റ വാക്കിൽ തീരുന്നതല്ല അതിനുള്ള ഉത്തരങ്ങളൊന്നും. തടസ്സങ്ങള് ഒരുപാടുണ്ട്. ഈ അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ പോലെ. മതി, ഒരെണ്ണം മതി. പൊന്നി വിഷ്ണു വന്നില്ലേ? വിളിച്ചപ്പോ ഇപ്പൊ വരാന്നാ പറഞ്ഞു. വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും ഊണുമേശയ്ക്ക് മുന്നിൽ വന്നാലേ ഇവിടെ സാധാരണ ഭക്ഷണം വിളമ്പാറുള്ളൂ. കൂട്ടുകുടുംബത്തിൽ അങ്ങനെയുള്ള ചിട്ടയും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. പൊന്നി എന്താ അതൊന്നും ശ്രദ്ധിക്കാതിരുന്നത്? വിഷ്ണു, കാർത്തിക വന്നില്ലേ? ആ
വരുമായിരിക്കും. എടാ നീ അവളെ വിളിച്ചില്ലേ? എടാ നീ വിളിക്കാത്തോണ്ട് അവൾ വിഷമിച്ചിരിക്കായിരിക്കും. എടാ വിഷ്ണു, നീ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം. നിന്നെ വിശ്വസിച്ച് അവൾ ഇറങ്ങി പോന്നതാ, അല്ലാതെ തന്നിഷ്ടം കാട്ടി സ്വന്തം നിലനിൽപ്പ് നോക്കി നിന്നവളല്ല. പൊന്നി, നീ പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ. പൊന്നി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അച്ഛന് വെച്ച വെള്ളത്തിന് ചൂടുണ്ടച്ചാ? ഈ ഒരു കാലാവസ്ഥ എനിക്ക് ഈ ചൂട് പോരാ മോളെ. ചൂടുവെള്ളം വേണ്ടിയിട്ടൊന്നുമല്ല, അങ്ങനെ ഇപ്പോൾ ആരും എഴുന്നള്ളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാനിവിടെ കൊച്ചാകാൻ പോകുന്നില്ല. എന്തായാലും നോക്കട്ടെ. പൊന്നി, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞായിരുന്നു. അത് സത്യമേ, ഞാൻ ഇപ്പൊ പോയി വിളിക്കാം. എന്തിനാ ഇപ്പം അങ്ങനെ പോയി വിളിച്ച ശീലം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുള്ള കാര്യം അറിയാവുന്നതാണല്ലോ. ഊണ് കഴിക്കുന്ന മുറിയിലേക്ക് വരാൻ വഴിതെറ്റി പോകുന്നോർത്തേ ഓട്ടോ വിളിച്ചു വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രാഘവേട്ടി ഈയിടെയായിട്ട് ഫലിത ബിന്ദുക്കളൊക്കെ വായിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. മാറ്റങ്ങളെല്ലാം അനിവാര്യമാണ്. അങ്ങനെ മാറാത്തവരെ നമ്മുടെ ഈ സമൂഹത്തിനും വേണ്ട. അത് നീ എന്നോർത്താൽ നല്ലതാ. ആ, ദേ കാർത്തിക കുഞ്ഞ് വരുന്നു. മോള് വാ, മോളിരിക്കെ. അങ്ങോട്ട് നീ നിക്കടി. അങ്ങോട്ട് നീ നിക്ക്. മോളിരിക്കും മോളെ. പൊന്നി, പ്ലേറ്റ് എടുക്ക്. ആ, മോളെ എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഒരു തലവേദന. അയ്യോ, മരുന്ന് കഴിച്ചില്ലേ? ഓ, ശാലിനി, എനിക്ക് ആ കറി ഒന്ന് ഒഴിച്ച്. പൊന്നി, കാർത്തിക് എന്താന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക്. വിളമ്പി കൊടുക്കു പൊന്നി. ചിലപ്പോൾ അതുപോലെ അറിയുന്നുണ്ടാവില്ല. രാഘവേട്ട, ജോലിക്കാരിയായിട്ടല്ല വിഷ്ണു ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. സത്യഭാമയുടെ മരുമോളായിട്ട് തന്നെയാ. മോള് കഴിക്കേ. ആ, ശ്രദ്ധിച്ച് കഴിക്കാനിട്ടാ ഭക്ഷണം നിറയെ കയറിയതാ. ഏതൊക്കെ കറിക്ക് എരിവ് കൂടുതൽ അതാ. അല്ലേടെ വിഷ്ണു? എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. എടാ, എനിക്കങ്ങനെ തോന്നുന്നത് പറയടാ നീ. ആ മോളെ, തെറ്റു പറയരുതല്ലോ. നീ ഇവിടുന്ന് പോയതിനു ശേഷം ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ആസ്വദിച്ച് ആഹാരം കഴിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതേ, ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഈ പരിപ്പറിയാ. കുറച്ചുകൂടി കഴിച്ച മോളെ. അതിന്റെയൊക്കെ ചേരുവകൾ കൃത്യമായി ചേർക്കുന്നതിലെ കാര്യം. ഒന്നും അമിതമാവാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാ ആർക്കും ഇതുപോലെ പാചകം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ ഒരു കൈപ്പുണ്യം വേണം മോളെ. ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ മനസ്സാ കഴിക്കുന്നവന് കിട്ടുന്ന രുചി. ആത്മാർത്ഥമായിട്ട് പറ, ഭക്ഷണം എങ്ങനെ ഉണ്ട്? നന്നായിട്ടുണ്ടച്ചാ. ആ,
ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഈ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പഠിക്കണോ. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടവളാണ് പെൺകുട്ടികളെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരെ വളർത്തേണ്ടത്. അക്കാര്യത്തിൽ ശാലിനിയുടെ അമ്മയുടെ വിജയമാണ് ശാലിനിയുടെ നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എഴുന്നേക്കുന്ന എപ്പോഴാ? അടുക്കളയിൽ കയറി ബെഡ് കോഫി എടുത്ത് മുറി പോയി പിന്നെ എടുക്കുന്ന മൊബൈലല്ലേ. പിന്നെ ആ മൊബൈൽ കൈ താഴെ വയ്ക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഇത്തരക്കാരൊക്കെ പെട്ടുപോകുന്നതേ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോഴാണ്. ഒരു ചായ പോലും മര്യാദയ്ക്ക് തിളപ്പിക്കാൻ അറിയാത്ത പെൺകുട്ടികളാണെന്നേ ഇന്നത്തെ ജനറേഷനിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പെമ്പിളാരെ കെട്ടിച്ചയക്കുന്ന അവരുടെ തള്ളമാരെയാണ് നമ്മൾ ആദ്യം തല്ലേണ്ടത്. ഒന്നും അറിയാത്ത ഇതുങ്ങളെയൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ കെട്ടിച്ചയക്കുന്നത്? മോളെ എന്താ മോളെ? വേണ്ട, കഴിക്കുന്നില്ലേ? സത്യമേ, എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല. അല്ല, തലവേദനയാ. ഡോക്ടറെ കാണണോ? വേണ്ട സത്യമേ, അല്പം റെസ്റ്റ് എടുത്താ അത് മാറിക്കോളും. അപ്പൊ പിന്നെ ഇത്രയും നേരം എന്തുവായിരുന്നു? മനസ്സിലുള്ള തുറന്നു പറയാതെ എത്ര എടുക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ മുറിവ് കൂടുകയുള്ളൂ. തമ്മിൽ മത്സരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കരുത്. അച്ഛനത്രേ പറയാനുള്ളൂ. അയ്യോ, എന്റെ കൈ. അയ്യോ അയ്യോ മോളെ, വല്ലതും പറ്റിയോ? അയ്യോ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പിന്നെ റോഡിൽ കൂടെ പോകുമ്പോ നോക്കിയും കണ്ടുമൊക്കെ പോണം. നിങ്ങളുടെ മുഖത്ത് എന്താണോ, കണ്ണുപൊട്ടനാണോ? ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലേ? അത് ശരി, ഇപ്പൊ കുറ്റം ഞങ്ങളുടെ ആയോ? പിന്നല്ലാതെ. എന്റെ പൊന്നി ഏട്ടാ, ആ കൊച്ചാ വട്ടം ചാടിയത്. നീ വണ്ടി എടുത്ത. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ ഒരാളും ഉണ്ടാവില്ലല്ലോ. മോള് കരയണ്ട, ഒന്ന് ചെറുതായി പൊട്ടിയതല്ലേ ഉള്ളൂ. ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ച് മരുന്ന് നോക്കാം. ഇന്ന് വെച്ചാ നാളത്തേക്ക് ഉണങ്ങും. ചേട്ടാ, അവിടെ ഒരു ക്ലിനിക് ഉണ്ട്.
മോള് കരയണ്ട, നമുക്ക് മരുന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോവാം. എന്താ മോളുടെ പേര്? പത്മിനി. ഇല്ലനു, ആ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഏർണിംഗ് മെമ്പർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പേടിച്ചുപോയ കോളനി നിവാസികളെയെല്ലാം ഇനി നമ്മളായിട്ട് വേണം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതിലും ഭംഗിയായിട്ട്. ആ ഭാമേ, ഈ വീടിനകത്തിരിക്കുമ്പോഴേ സമയം പോകുന്നൊന്നും അറിയത്തില്ല. അതെ, പപ്പിമോളെ വിളിക്കാൻ പോകാൻ സമയമായോ? അതിന് രാഘവേട്ടൻ വെപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സമയമാവുമ്പോ അവരാരെങ്കിലും പോയിക്കോളും. എന്നാലും ചോദിച്ചേക്കാന്നേ. പൊന്നേ, പൊന്നേ. സാറേ ഇതാ കൊണ്ടുവരുന്നു. ആ, ദാ. ഞാൻ ഈ ഗുളികയ്ക്ക് വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. ഈ പപ്പിമോളെ വിളിക്കാരെല്ലാം പോയോ? രോഹിത് കുഞ്ഞ് അല്പം മുമ്പ് ഒരുങ്ങി നിൽക്കുന്ന കണ്ടായിരുന്നു. ആ, ഇങ്ങോട്ടാ. ശരി, ഞാൻ വിളിക്കാൻ. വാ. അയ്യോ, ചേച്ചിയമ്മേ. അയ്യോ, എന്താ പപ്പിമോളെ? എന്താ പറ്റിയേ? എന്താ ഇത്? മോള് സ്കൂളിൽ നടന്നു വരുന്ന വഴിക്ക് ചെറിയൊരു അപകടം ഉണ്ടായി. പേടിക്കണ്ട, ആ കാറുകാരൻ പെട്ടെന്ന് ചവിട്ടിയതുകൊണ്ട് വലിയ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ കൈ കുറച്ച് പൊട്ടി. ഈശ്വര, എന്താ മോളെ ഇത്? എന്തിനാ സ്കൂളിൽ നിന്ന് തനിച്ചു പോകുന്നത്? കൂടുതൽ മുറിവെല്ലാം പറ്റിയിട്ടുണ്ടോ? അതെ, കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല. പക്ഷെ വീഴ്ചയില് മോളൊന്ന് പേടിച്ചുപോയി. അതിന്റെ ഈ കരച്ചിലൊക്കെ. അപകടം വരുത്തിയ കാറ്? അവര് പെട്ടെന്ന് പോയി. റോഡിന് കുറുകെ ക്രോസ് ചെയ്യുമ്പോഴാ ഇത് സംഭവിച്ചത്. മോള് ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു. 2 ദിവസത്തേക്ക് കൈ അനക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നേ. ജയശങ്കർ, ഈശ്വര, ഇയാളെ തിരക്കി പിടിച്ച് വീണ്ടും വന്നു. ശാലിനിയോട് ഇയാൾ എന്തായിരിക്കും പറയുന്നത്? ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വരവാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാം തീർന്നു. എല്ലാ കള്ളക്കളികളും ഇവിടെ അവസാനിച്ചു. ഇതത് തന്നെ. ഇയാൾ എന്നെ തേടി തന്നെ വന്നതാ. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. എൻഗേജ്മെന്റിന്റെ അന്ന് അയാളെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവളാ ഞാനെന്ന് സത്യാമ്മ അറിഞ്ഞ സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും, ഉറപ്പാ. ബാഗ് എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ പേര് പറഞ്ഞില്ലല്ലോ. ജയശങ്കർ. പപ്പിമോളെ സഹായിച്ച് ഇവിടെ വരെ കൊണ്ടാക്കിയിട്ട് അങ്ങനങ്ങ് പോയാലോ? തിരക്കില്ലെങ്കിൽ വരും. 2 മിനിറ്റ് ഇരുന്ന് ഇവിടെ ഉള്ളവരെ പരിചയപ്പെട്ടിട്ട് പോവാം. അതിനെന്താ, ആയിക്കോട്ടെ. ശരി മോളെ, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ, കുഴപ്പമില്ല. വാ, വാ. അയാൾ അകത്തേക്ക് വരുവാണല്ലോ. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഈശ്വര, സത്യമ്മ ഏത് സമയത്തും മുകളിലോട്ട് കയറി വരാം. എന്തായിരിക്കും ജയശങ്കർ പറയുക? തിരക്കുന്നത് എന്നെ കുറിച്ചല്ലെങ്കിൽ പിന്നെ ജയശങ്കറിന് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശാലിനിക്ക് കിട്ടുന്ന ഒരു അവസരമായി അവൾ ഇതെടുക്കും. എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കനലും കൊണ്ടിരിക്കുന്നവൾക്ക് മുന്നിൽ ജയശങ്കർ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ ഈ കനല് കത്തും. ഇല്ലെങ്കിൽ അവള് കത്തിക്കും. രക്ഷപ്പെടാൻ ഒരു വഴി,
അതാലോചിക്കേണ്ടിയിരിക്കുന്നു. ആ ദാ വരുന്നുണ്ടല്ലോ. ഞാൻ പോയിട്ട് വരാം സത്യമ്മേ. അല്ല, സമയം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല, സമയമായി വരുന്നേ ഉള്ളൂ. എടാ ഇനിയിപ്പോൾ നീ ഒരു 5 മിനിറ്റ് മുമ്പേ അവിടെ പോയി വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, മോളെ മോളെ, എന്ത് പറ്റി? എന്താ പറ്റി? എന്റെ പൊന്നുങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ മോളെ?